ഹലോ മുത്തുമണീസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. രാവിലെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തത് കാരണം എഴുന്നേറ്റിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഒരു ഉഷാറ് കിട്ടുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ സ്കൂളൊക്കെ തുടങ്ങിയത് കൊണ്ട് രാവിലെ നല്ല പണിയാട്ടോ. 4:15 ഞാൻ എഴുന്നേറ്റു. അത്യാവശ്യം പണികളൊക്കെ, അതായത് അരിയൽ പിറക്കൽ കാര്യങ്ങൾ എല്ലാം തന്നെ ഇന്നലെ കഴിച്ചു വെച്ചതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു ഇന്നത്തെ കാര്യം. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് നമ്മൾ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കുന്നതിന് മുന്നേ, അതിനകത്തേക്ക് ഉപ്പിടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഒരു സ്പൂണൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. മാളിന് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് കുരു വന്നതിൻ്റെയൊക്കെ പാടുകളൊക്കെ പോകാൻ നല്ലതാണ്. അതായത് നല്ലൊരു സ്ക്രബ്ബറും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ടീനേജൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് അതൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടതിന് ശേഷം കൊള്ളില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കണേ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഉപ്പിടുന്നതിന് മുന്നേ കുറച്ചൊന്ന് മാറ്റി വെച്ചു. ഇനി അവളത് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും പറ്റത്തില്ല, കാരണം രാവിലെ ട്യൂഷനുണ്ട്. അപ്പോൾ എന്തായാലും ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും പുള്ളിക്കാർ റെഡി ആയിക്കോളും. ഞാനിന്ന് നെയ്റോസ്റ്റാണ് ഉണ്ടാക്കിയത്. കൊണ്ടുപോകാൻ എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയത്. ദോശയ്ക്ക് നമ്മൾ ചട്നി, അവർക്ക് ദോശ ചട്നി അതിനേക്കാളും ഇഷ്ടം നെയ്റോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കഴിക്കുകയും ചെയ്യും, കൊണ്ടുപോയിക്കൊള്ളും ചെയ്യും. അതിന് കറി കാര്യങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല. എന്നാലും എല്ലാവർക്കും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചും കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം അവരത് വേണ്ടാന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിലും അത് തന്നെ കൊണ്ടുപോയി കേട്ടോ. അതായത് വേറൊന്നുമല്ല, നമ്മുടെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ മസാല വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള ഇതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. ഈ മസാലപ്പൊടി ഞാൻ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ സവാള, ഇഞ്ചി, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കും. ഇത് നമുക്ക് ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്ത് തിരക്കൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാവോ, ഇത് ശരിക്കും ഈ മസാലയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം ഉണ്ടല്ലോ, കുക്കറിനകത്തിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് വീണ്ടും ഇതിനകത്ത് വഴറ്റിയെടുക്കും. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ. ഇനി അത്യാവശ്യം വെന്തതിന് ശേഷം അതിനകത്തേക്ക്, അതായത് ഈ വഴറ്റി കൂട്ടിയതിന് ശേഷം അതിനകത്തേക്ക് 2ാം പാൽ ഒഴിച്ച് വേവിച്ച് വീണ്ടും 1ാം പാൽ ഒഴിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ചോറിനും കഴിക്കാം, അപ്പത്തിനും കഴിക്കാം, എല്ലാത്തിനും ഏതിനും പോതും എന്ന് പറഞ്ഞ മട്ടിൽ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തേക്കുമായി ഉച്ചക്കത്തേക്കും ആയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുമേ തന്നെ കയറി പിടിച്ചു. ചട്നി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ടേ. മാത്രമല്ല ആർക്കും തന്നെ അതിനോട് വലിയ താല്പര്യമില്ല താനും. അപ്പം വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും ഇതൊക്കെ തന്നെ റെഡിയാക്കി കയറ്റിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഈ എന്താ പറയുക, സ്കൂൾ സീസണൊക്കെ ആയത് കാരണം ഇവർക്ക് രാവിലെ കാര്യങ്ങൾ കൊടുത്തു വിടാനൊക്കെ ആയിട്ടാണെങ്കിലും ഓരോരോ പുതിയ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് എങ്ങനെ ആവും എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. 4:15 എഴുന്നേറ്റിട്ട് തന്നെ ഇപ്പോൾ തന്നെ സമയം തികയണില്ല. ഞാൻ ഈ എഴുന്നേറ്റൊരു 5:30 ആകുമ്പോഴത്തേക്കും ജിമ്മിലേക്ക് പോകുമല്ലോ, അവിടെ എല്ലാവരും വന്നു തുടങ്ങുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:45 ആവും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ. എന്നിട്ടൊരു ഓട്ടപ്രദക്ഷിണമാണ് എൻ്റെ മക്കളെ, ഒന്നും പറയണ്ട. ഞാൻ ഇതുപോലെ ഒരു ടവലിനകത്ത് ഇവർക്കിത് പൊതിഞ്ഞു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നേരത്തെ ടേബിളിലൊന്നും വീഴാണ്ടിരിക്കാനും, അതുപോലെ തന്നെ ഈ നമ്മുടെ കറിപ്പാത്രം ഒരു ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് കവറിനകത്ത് ആക്കിയിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത് കേട്ടോ. ഒരു കാരണവശാലും ലീക്ക് ആവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അത്രയ്ക്കൊരു എന്താ പറയുക, അടുക്കും ചിട്ടയോടും കൂടിയിട്ടൊന്നും ചെയ്യാറായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ബാഗിനകത്തൊക്കെ വീണൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാനിത് കൊടുത്തു വിടുന്നത് കേട്ടോ. സെപ്പറേറ്റ് ലഞ്ച് ബാഗ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ചെരിഞ്ഞൊന്നും പോവാതെ അവർ നേരെ തന്നെ കൊണ്ടുപോയിക്കോളും. പിന്നെന്താ, നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ഒരു ലഞ്ച് ബാഗ് വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പുറത്തൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നട്ടലിനും ഒക്കെ പിന്നെ പ്രശ്നങ്ങൾ വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്കും അതുപോലെ ഉണ്ടായി. പിന്നെ അതിന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണേക്കാളും ഭേദമല്ലേ ഇതാകുമ്പോഴത്തേക്കും പുറമേ അധികം ഭാരം തോന്നുകയില്ല. അത് സ്പ്ലിറ്റ് ചെയ്ത് കയ്യിലേക്കും ഒക്കെ പോയിക്കോളുമല്ലോ. അപ്പോൾ അവർ രാവിലെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹറിബറി ആയിട്ട് ചെയ്യണ്ട. കാരണം അവർ വീട്ടിലുള്ള സമയത്ത്, കുഞ്ഞ് നേരത്തെ കയറിപ്പോയി കേട്ടോ, അവർ വീട്ടിലുള്ള സമയത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ വഴക്കും പിണക്കങ്ങളും എല്ലാം തീർക്കാനും, അതുപോലെ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 10,000 പ്രാവശ്യം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചും കൊണ്ട് ഇങ്ങനെ പുറകെ വരും. അപ്പോൾ അത് തീർത്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കിട്ടാണ്ട് വരും. പിന്നെ ഭയങ്കര ഹറിബറി ആയിരിക്കും. ഇനി അങ്ങോട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് സമയം കിട്ടും. പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പലവിധ പരിപാടികൾ ചെയ്ത് നടക്കുന്നത് കാരണം
ഒന്നിനും സമയം തികയാറില്ല എന്നുള്ളതാണ് വാസ്തവം. 24 മണിക്കൂറിൽ കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്തിരി സമയം കിടന്ന് ഉറങ്ങായിരുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇന്നലെ ഞാൻ വെറും 4 മണിക്കൂറാണ് ഉറങ്ങിയത്. 4 മണിക്കൂർ നിങ്ങൾക്കറിയോ ഇങ്ങനെ പോയ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ പകലുറങ്ങാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറേയില്ല. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ നാളായി ഈ സംഭവം. അയ്യോ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, അയ്യോ എന്താ അരിപ്പൂവ്, എന്താണ്, അയ്യോ എൻ്റെ പേരെന്നായിരുന്നു, ലണ്ടന, അതായത് നമ്മുടെ കൊങ്ങിണി എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവം. അത് ഇങ്ങനെ ഈ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് വളർന്നു നിൽക്കായിരുന്നു. അപ്പോൾ പാമ്പ്, പഴുതാര, ഈ വക സാധനങ്ങളെ പേടിക്കേണ്ട ഒരു സമയമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കൊമ്പുകളും സാധനങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ട്. കാരണം ഈ പിള്ളേർ ഏത് നേരം ദൂരം പറഞ്ഞാലും കേൾക്കില്ല, ഇതിന് ചുറ്റും ഇങ്ങനെ പോവും. അതുപോലെ തന്നെ എനിക്കൊരു പരിപാടിയുണ്ട് കേട്ടോ. ഈ മിക്കവാറും ഞാൻ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരവും ഈ പറഞ്ഞതുപോലെ തന്നെ 7 മണിയാവും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാനായിട്ട്. വർക്കൗട്ടൊക്കെ എല്ലാവരും പോയതിന് ശേഷമല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഒരു പരിപാടി, എനിക്ക് വെള്ളം കോരൽ. അത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ വക സാധനങ്ങൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ആശങ്ക ഇല്ല. മഴയൊക്കെ പെയ്തേക്കല്ലേ, അപ്പം വെറുതെ എന്തിനാ റിസ്ക് എടുക്കണമെന്ന് വിചാരിച്ച് കണ്ട വഴി തന്നെ അതങ്ങോട്ട് വെട്ടിക്കൂട്ടി. പിന്നെ അടിച്ചുവാരലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. എന്തായാലും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ മെയിൻ ചാനലിൽ ഈ മോട്ടിവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നവരെ അതിനകത്ത് ഒരുപാട് പേരുടെ കമൻസ് അല്ല, വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വരും കേട്ടോ. അതായത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന മുഴുവൻ ഹസ്ബൻഡ് മരിച്ചു, അല്ലെങ്കിൽ മോൻ മരിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ നമ്മളിൽ നിന്നും വേർപെട്ടു പോയവരുടെ കാര്യങ്ങൾ കൂടുതൽ. അതായത് ഇങ്ങനെ ഈ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഈ സ്കൂൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അങ്ങോട്ട് ഒറ്റയ്ക്കായി. അപ്പം ആ സമയത്ത് ഇവർക്ക് ചിന്തിച്ചു കൂട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആവുക, ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ളതിനകത്തൊക്കെ ഒന്ന് കൂടുതൽ ഇൻവോൾവ് ആവാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദിവസങ്ങളിൽ അത്രയും ഒരു ഇത് തോന്നിയില്ല. കാരണം കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. അല്ലാതെ അവരങ്ങോട്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ചിന്തിച്ചു കൂട്ടാണ്, വിഷമം സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മെസ്സേജുകൾ കേൾക്കുന്നുണ്ട്. പറയുകയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക എന്നല്ല, സമയങ്ങളേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കാവുമ്പം സമയം തികയാറില്ല. അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ സമയമില്ല. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും ഈ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നമ്മളെ തന്നെ സ്നേഹിക്കുക. കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്താ പറയുക, അണിഞ്ഞ് ഒരുങ്ങി വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുക. പിന്നെ കർട്ടൻ കാര്യങ്ങൾ, അതുപോലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മൂഡ് ചേഞ്ചിൽ നിന്ന് ഒരുപാട് മാറ്റം വരുന്നതായിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് അനുഭവിച്ച് നല്ല രീതിയിൽ നല്ല അനുഭവമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് റിപ്ലൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചത് എന്നാണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ചമ്പ റൈസില്ലേ, ചമ്പ റൈസ് എൻ്റെ പുട്ടുപൊടി ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചില്ല. ഞാൻ ഈ പുട്ടുപൊടി കലക്കി കുഴച്ച് പുട്ടുണ്ടാക്കിയിട്ട് അത് കുറച്ചെടുത്ത് മാക്ക് പീക്കെന്നും പറഞ്ഞ് കഴിച്ചു. അതിന് ശേഷം ഇനി നമുക്ക് ബാക്കി പരിപാടികൾ കുറേ ഉണ്ടായിരുന്നു. വാഷിംഗ് ഉണ്ടായിരുന്നു, പുറത്ത് പോകാനുണ്ടായിരുന്നു, അങ്ങനെ കുറേ പരിപാടികൾ. പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റിങ് 2 ചാനലിലായതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്ക് എനിക്ക് സമയം തികയുന്നേ ഇല്ല. സമയം ചടപടേന്ന് അങ്ങോട്ട് പോയി. വൈകുന്നേരം അവർ വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ. എവിടെ പോയാലും അതിന് മുന്നേ എങ്ങനെയെങ്കിലും ഓടി വരാൻ നോക്കും കേട്ടോ ഞാൻ. കാരണം അല്ലെങ്കിൽ മമ്മിക്ക് അത് ഇരട്ടി പണിയാവും. അപ്പോൾ വന്നതിന് ശേഷം ഇന്ന് ദോശമാവായിരുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ചെടുത്ത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചും കൊണ്ട് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, എളുപ്പമാണല്ലോ. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, സവാള, ഇത്ര സംഭവങ്ങൾ നമ്മൾ നന്നായിട്ട് വഴട്ടി മിക്സ് ചെയ്തെടുത്ത് അതിനകത്തേക്ക് ക്യാരറ്റ് ഉണ്ട് എങ്കിൽ മാത്രം ഒരു ക്യാരറ്റ് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തിടുക. ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങായാലും മാത്രം മതിയായാലും കേട്ടോ.
മാത്രമായാലും മതി കേട്ടോ. അപ്പം അത് നമ്മൾ ക്യാരറ്റ് ഇട്ട് ശരിക്കൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 കപ്പ്, ചെറിയ കപ്പാണ്, വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് അധികം വഴണ്ട് വരുന്നതിന് കൂടുതലും വേവിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഇങ്ങനെ ഈ വഴലിന ആ ഒരു ടേസ്റ്റിനേക്കാളും കൂടുതൽ വെന്ത് കിട്ടും, ശരിക്കും വെന്തലിഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉടഞ്ഞ് കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞും കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടുവേ ഒന്നും കൂടെ എന്താ പറയുക കണ്ടിക്കും, ഫുള്ളായിട്ട് അങ്ങോട്ട് പിടിക്കില്ല, ഒരു പകുതി വരെ ഒന്ന് കണ്ടിച്ചിട്ട് അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 4-5 വിസിലടിക്കുന്നിടം വരെ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു വെയിറ്റ് കളഞ്ഞിട്ട് ചൂടാറുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ തോട് പെട്ടെന്ന് പൊളിഞ്ഞു പോരുകയും ചെയ്യും, നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ആ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഈ മിക്സിനകത്തേക്ക് ഇട്ട് ശരിക്കും ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പെരളൻ പരുവത്തിന് ഇതുപോലെ കിട്ടും. എന്നിട്ട് ദോശ നല്ല കുറച്ചങ്ങോട്ട് ചുട്ടെടുക്കുക. അതിനകത്തേക്ക് ഈ മസാല അങ്ങോട്ട് വെക്കുക, മടക്കിയെടുക്കുക. എൻ്റെ അമ്മേവിൻ്റെ ഒന്നും പറയണ്ട, എനിക്ക് ഇപ്പോഴേ കൊതിയാവുന്നു. അപ്പം എന്നിട്ട് എൻ്റെ മറ്റേ ദോശക്കല്ലിനൊരു കുഴപ്പമുണ്ട്, അതിൻ്റെ സൈഡ് വക്ക് ഇങ്ങനെയുള്ള ദോശക്കല്ലായത് കാരണം ഇങ്ങനെ ഈ മസാല ദോശയൊക്കെ നമുക്ക് അധികം വലുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റത്തില്ല, അതിങ്ങനെ കുത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഒരെണ്ണം മേടിക്കണം. അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ മസാല ദോശ കസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരിപ്പോൾ ചട്ടപ്പട്ടേന്ന് കയറി വരും, ഗേറ്റ് തുറക്കേണ്ട സൗണ്ട് ഞാൻ കേട്ടു. എന്തായാലും ആവശ്യ നിലയിലായതുകൊണ്ട് അവരുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റോസ്റ്റ് ശരിയായി, ചായ കുടിച്ച് ഇന്നത്തെ ദിവസം കുശാൽ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.